വയനാടിനൊരു കൈത്താങ്ങായി ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ശനിയാഴ്ച കാരുണ്യയാത്ര നടത്തും. 25 വീടുകൾ വെച്ചു കൊടുക്കാനാണ് ജില്ലയിലെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുന്നതെന്ന് ജില്ലാ ബസ് ഉടമസ്ഥ സംഘം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം 31/7/2024 ചേർന്ന യോഗം, തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗം, വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ സ്റ്റേറ്റ് സംഘടനയുടെ കീഴിൽ ഒരു 25 വീടുകളെങ്കിലും അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഈ ആഗസ്റ്റ് 22-നുള്ളിൽ കാരുണ്യയാത്ര നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വീട് നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ഈ വരുന്ന ശനിയാഴ്ച 17-ാം തീയതി ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും കാരുണ്യയാത്രയിൽ പങ്കെടുത്ത് കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ അന്ന് തന്നെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വയനാട് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രാരംഭ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ യോഗം ചേർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് 17-ന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തുന്നത്. കാരുണ്യയാത്രയിലൂടെ കിട്ടുന്ന പണം അടുത്ത ദിവസം സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി വീട് നിർമ്മിച്ചു നൽകുവാനുമാണ് തീരുമാനം. ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണമെന്ന് സെക്രട്ടറി അഭ്യർത്ഥിച്ചു. പ്രസിഡന്റ് PP മോഹനൻ, വൈസ് പ്രസിഡന്റ് KP മുരളീധരൻ, സെക്രട്ടറി KP മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.